സായാഞ്ജലി ഭാഗം 5. നീ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ഈ ബുക്സ് ഞാൻ തരുന്ന അഡ്രസ്സിലൊന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കയ്യിൽ പിടിച്ചിരിക്കുന്ന ബുക്കുകൾ കാണിച്ചുകൊണ്ട് അനുരാധ ചോദിച്ചു. ഓ, അതിനെന്താടോ, ഇങ്ങ് തന്നേക്ക്, ഞാൻ പോസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് സായ് അനുരാധയുടെ കയ്യിൽ നിന്നും ആ ബുക്ക് വാങ്ങിച്ചു നോക്കി. ലൈബ്രറിയിൽ നിന്നെടുത്ത ബുക്കാണ്. 2 മാസമായി. എക്സാം തിരക്കിനിടയിൽ തിരിച്ചേൽപ്പിക്കാൻ മറന്നുപോയി. 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വെച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് അവിടെ നിന്നും ബുക്സ് എടുക്കാൻ പറ്റില്ല. ഇന്നലെ വരുന്ന വഴിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് കയ്യിൽ പിടിച്ചത്. പക്ഷേ ടൈം കിട്ടിയില്ല. ഞാൻ സ്പീഡ് പോസ്റ്റ് ചെയ്തോളാം, അപ്പോൾ വേഗം കിട്ടുമല്ലോ, സായ് പറഞ്ഞു. താങ്ക് യു സോ മച്ച് സായ്. നീ ഇപ്പോൾ ഒരുപാട് ഫോർമൽ ആയിരിക്കുന്നു. കുട്ടിക്കാലത്ത് ഞാൻ എങ്ങനെയായിരുന്നോ അതേ സായ് തന്നെയാടോ ഇപ്പോഴും. എൻ്റെ അടുത്ത് ആ പഴയ അനുരാധ തന്നെ ആയാൽ മതി. എനിക്കതാണ് ഇഷ്ടം. ഓ, എങ്കിൽ അങ്ങനെ ആവട്ടെ. നീ ഇപ്പോൾ വലിയ ബിസിനസ്മാനൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെതായ രീതിയിലൊക്കെ നിൽക്കണ്ടേ എന്ന് കരുതി, അനുരാധ പറഞ്ഞു. ഞാൻ ഇന്ന് ഓഫീസിൽ നിന്നും ഉച്ചയ്ക്ക് വരാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മഹിയും നമുക്കും കൂടി ഒന്ന് പുറത്തേക്ക് പോകാം. അനുരാധ റെഡിയാണോ? ഓ, തീർച്ചയായും. ഞാൻ സായിനോട് ചോദിക്കണം എന്ന് കരുതിയതാണ്. ഒരു ദിവസം ലീവ് എടുത്ത് ഞാനും നീയും മഹിയും കൂടി ഒരുമിച്ചൊന്ന് പുറത്തു പോയാലോ എന്ന്. ഓ, എന്നിട്ട് എന്താ നീ പറഞ്ഞില്ല? ഓ, ഞാൻ മറന്നു. ഞാൻ വലിയ ബിസിനസ്മാൻ ആണല്ലോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് കരുതി അല്ലേ എന്ന് പറഞ്ഞ് സായ് അനുരാധയെ കളിയാക്കി. സായ് പറഞ്ഞത് കേട്ട് അനുരാധ ചിരിച്ചു. ഓ, ഇനി ഇത് പറഞ്ഞ് എന്നെ ഇങ്ങനെ കളിയാക്കാലോ അല്ലേ? അത് ഉറപ്പാണല്ലോ. പിന്നെ ഞാൻ പോയി കുളിക്കട്ടെ, സംസാരിച്ച് നിന്ന് സമയം വൈകി. ഓക്കെ സായ് എന്ന് പറഞ്ഞ് അനുരാധ മഹിമയുടെ അടുത്തേക്ക് പോയി. സായ് മുറിയിലെത്തിയതും വാച്ചിലേക്ക് നോക്കി. അയ്യോ, 8 മണിയായല്ലോ എന്ന് പറഞ്ഞ് സായ് വേഗം ബാത്റൂമിലേക്ക് പോയി. എൻ്റെ പൂക്കാരിക്ക് യാതൊരു റിലേഷൻഷിപ്പും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. ഈശ്വര, അവൾ എൻ്റെ മാത്രം പൂക്കാരി ആക്കിത്തരണേ. കുളിക്കുന്നതിനിടയിൽ സായ് അവൻ്റെ മനസ്സിലെ പെൺകുട്ടിയെക്കുറിച്ച് ഓർത്ത് ആത്മഗതം പറഞ്ഞു. അവളെ കാണാൻ പോകുന്ന സന്തോഷത്തിലായിരുന്നു സായ്. കുളി കഴിഞ്ഞ് ഇറങ്ങിയതും കബോർഡിൽ നിന്നും വേഗം ബ്ലാക്ക് ഷർട്ട് എടുത്തു. അയ്യോ, ബ്ലാക്ക്, നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ ബ്ലാക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ ഷർട്ട് കബോർഡിൽ തിരിച്ചു വെച്ചിട്ട് റെഡ് ഷർട്ട് എടുത്തു നോക്കി. ഹേ, ഇതും വേണ്ട. കബോർഡിൽ തൂങ്ങുന്ന ഷർട്ടുകളിൽ നോക്കി ഏതിടണമെന്ന് കൺഫ്യൂഷനിൽ സായ് നിന്നു. മഹിയോട് ചോദിച്ചു നോക്കാം, പെൺകുട്ടികളുടെ ചോയ്സ് അറിയാലോ എന്ന് സായ് ആത്മഗതം പറഞ്ഞുകൊണ്ട് മഹിമയെ ഫോൺ വിളിച്ചു. മഹിമയുടെ ഫോൺ റിംഗ് ചെയ്തതും മഹിമ ആരാണെന്ന് വന്ന് നോക്കി. ഏട്ടനാണല്ലോ എന്ന് പറഞ്ഞ് മഹിമ ഫോൺ അറ്റൻഡ് ചെയ്തു. എന്താ ഏട്ടാ? മഹി, നീ ഒന്ന് റൂമിലേക്ക് വന്നേ. ഓക്കെ ഏട്ടാ. മഹി വേഗം സായിയുടെ മുറിയിലേക്ക് ചെന്നു. മഹിമ വരുമ്പോഴേക്കും സായ് വേഗം ഒരു ഷോർട്ട്സും ബനിയനും എടുത്തിട്ടു. മഹി മുറിയിലെത്തി സായിയെ കണ്ടതും എന്തിനാ ഏട്ടാ വിളിച്ചത്? മഹി ചോദിച്ചു. മഹി, ഞാൻ ഇന്ന് അവളെ കാണാൻ പോകുന്നതല്ലേ, ഞാൻ ഇതിൽ ഏത് ഷർട്ട് ഇടണം, നീ നോക്കി പറ എന്ന് പറഞ്ഞ് സായ് കബോർഡിലെ തൻ്റെ ഷർട്ടുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. സായിയുടെ ചോദ്യം കേട്ടതും മഹി പൊട്ടിച്ചിരിച്ചുകൊണ്ട്, എൻ്റെ ഏട്ടാ, ആ കുട്ടിയെ വായി നോക്കാൻ പോവുകയാണോ? ഛീ, വായി നോട്ടം എന്ന് പറഞ്ഞ് എൻ്റെ പ്രണയത്തെ നീ ഇത്രയും താഴ്ത്തല്ലേ മഹി. എൻ്റെ മനസ്സിൽ ആ കുട്ടിയോട് ആത്മാർത്ഥമായ പ്രണയമല്ലേ, സായ് അല്പം നാണത്തോടെ പറഞ്ഞു. ഈശ്വര, ഒറ്റ ദിവസം കൊണ്ടൊരു മനുഷ്യന് ഇത്രയും മാറാൻ പറ്റുമോ? എന്തൊക്കെയായിരുന്നു ഡയലോഗ്. എനിക്കിപ്പോഴൊന്നും കല്യാണം വേണ്ട, എൻ്റെ മനസ്സിലെ ലക്ഷ്യം പൂർത്തിയാകുന്നത് വരെ എനിക്ക് വേണ്ടി ആരും പെണ്ണാലോചിക്കണ്ട. എന്നിട്ടിപ്പോൾ ആ ലക്ഷ്യം പൂർത്തിയായോ? മഹിമ ചോദിച്ചു. നീ വെറുതെ ആളെ കളിയാക്കാതെ പറയുന്നുണ്ടോ മഹി? അതൊക്കെ ഇന്നലത്തോടെ മാറി. കല്യാണം കഴിഞ്ഞാലും എന്താ, ലക്ഷ്യത്തിലെത്തിക്കൂടെ? അതൊക്കെ തന്നെയല്ലേ അമ്മയും ഇത്രയും നാൾ പറഞ്ഞത്. അപ്പോൾ ഏട്ടൻ മസിലും പിടിച്ചോണ്ട് നടന്നില്ലേ? അങ്ങനെ മസിൽ പിടിച്ചതുകൊണ്ട് എന്താ, ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയെ കണ്ടെത്താൻ പറ്റിയില്ലേ? നീ ഏത് ഷർട്ട് ഇടണമെന്നൊന്ന് പറയുന്നുണ്ടോ? സായ് ചോദിച്ചു. ഈ ബ്ലാക്ക് ഇട്ടോ, ഏട്ടന് ഏറ്റവും സ്റ്റൈലായി തോന്നുന്നത് ഈ ബ്ലാക്കാണ്. ഏട്ടന് ഏറ്റവും സ്റ്റൈലായി തോന്നുന്നത് ഈ ബ്ലാക്കിലാണ്. ബ്ലാക്ക് വേണോ? സായ് സംശയത്തോടെ ചോദിച്ചു. ബ്ലാക്കിന് ഒരു കുഴപ്പവുമില്ല, ഇത് മതി. ഇത് ഇടുന്ന സ്റ്റൈൽ വേറെ ഒരു ഡ്രസ്സിനുമില്ല, മഹിമ തറപ്പിച്ചു പറഞ്ഞു. ബ്ലാക്ക് മതിയല്ലേ? എന്നാ നീ പൊയ്ക്കോ, ഞാൻ റെഡിയായിട്ട് താഴെ വരാം, സായ് പറഞ്ഞു. നല്ല ചുള്ളനായിട്ട് താഴേക്ക് വായോ,
ഓൾ ദി ബെസ്റ്റ്. മഹി, പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് അനുരാധയും കൂട്ടിയൊന്ന് പുറത്തു പോവാം. അനുരാധ നിന്നോട് പറഞ്ഞോ? ആ, ചേച്ചി എന്നോട് പറഞ്ഞു. ഏട്ടൻ ഓഫീസിൽ നിന്നും ഇറങ്ങുമ്പോൾ വിളിച്ചാൽ മതി, ഞങ്ങൾ റെഡിയായി നിൽക്കാം എന്ന് പറഞ്ഞ് മഹിമ അടുക്കളയിലേക്ക് പോയി. സുമലതയും വസുമതിയും അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. മഹിമയും അനുരാധയും അവരെ സഹായിച്ചു. സായ് വരുമ്പോഴേക്കും അവർ ഭക്ഷണമെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചു. മഹിമ ഗാർഡനിൽ പോയി ഗോപി അങ്കിളിനെയും മുരളിയെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അല്പസമയം കഴിഞ്ഞതും സായ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെത്തി. ടേബിളിൽ അച്ചമ്മ സായിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇതാ മോനെ, നിനക്ക് കൊണ്ടുപോകാനുള്ള പായസം എന്ന് പറഞ്ഞ് അച്ചമ്മ ഒരു പാത്രം സായിയെ ഏൽപ്പിച്ചു. എൻ്റെ ചക്കരക്കുട്ടി എന്ന് പറഞ്ഞ് സായി അച്ചമ്മയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. സായിയെ കണ്ടതും അനുരാധ ആശ്ചര്യത്തോടെ സായിയെ നോക്കി. വാവ്, ഏട്ടനിന്ന് നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ടല്ലോ. ഏത് ക്രീമാണ് യൂസ് ചെയ്തേ? മഹിമ ചോദിച്ചു. എൻ്റെ മോന് എന്നും സ്റ്റൈൽ തന്നെയല്ലേ. അവൻ എൻ്റെ സൗന്ദര്യമാണ് കിട്ടിയിരിക്കുന്നത്, ഒരു ക്രീമിൻ്റെയും ആവശ്യമില്ല, അച്ചമ്മ പറഞ്ഞു. കേട്ടില്ലേ, നാച്ചുറൽ ബ്യൂട്ടി. നിന്നെപ്പോലെ കോസ്മെറ്റിക്സ് ഐറ്റംസിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല, സായി അല്പം ജാടയോടെ പറഞ്ഞു. ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എനിക്കറിയാം, മഹിമ അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞു. സായി മഹിമയെ നോക്കി കണ്ണുരുട്ടി. മുരളിയും ഗോപിയും ഭക്ഷണം കഴിക്കാനെത്തി. അവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അനുരാധയുടെ ശ്രദ്ധ മുഴുവൻ സായി ആയിരുന്നു. സായിയുടെ സൗന്ദര്യം അനുരാധയെ അത്രയേറെ ആകർഷിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും സായി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഓഫീസിലേക്ക് പോയി. അനുരാധ കൊടുത്ത ബുക്സ് എല്ലാം സായി പോസ്റ്റ് ചെയ്തതിനു ശേഷം സായ് വാച്ചിലേക്ക് നോക്കി. സമയം 9:30 സായ് വേഗം ഇന്നലെ പൂക്കൾ വാങ്ങിയ മാർക്കറ്റിലേക്ക് പോയി. സായിയുടെ മുഖത്ത് ചെറിയൊരു നാണവും പുഞ്ചിരിയും ഉണ്ടായിരുന്നു. മാർക്കറ്റിലെത്തിയതും സായ് വണ്ടി നിർത്തി അവളുടെ കടയിലേക്ക് നടന്നു. അവളുടെ കടയുടെ മുന്നിൽ സായ് ഇന്നലെ കണ്ടതുപോലെ പൂക്കൾ അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് സായ് കണ്ടു. എത്തും തോറും ചെറിയൊരു പരവേശം സായിക്ക് തോന്നാൻ തുടങ്ങി. അവളുടെ കടയുടെ മുന്നിൽ സായി എത്തി. പക്ഷെ കടയിൽ ആരെയും കണ്ടില്ല. സായ് ചുറ്റിനും നോക്കി. അവൾ അവിടെ എങ്ങും കണ്ടില്ല. കടയും തുറന്നു വെച്ച് അവൾ എവിടെ പോയിരിക്കുകയാണ് എന്ന് സായ് ആത്മകഥം പറഞ്ഞുകൊണ്ട് സായ് തൊട്ടടുത്തുള്ള പലചരക്ക് കടയിൽ പോയി ചോദിച്ചു. ആ കടയിൽ ആളില്ലേ? പൂ വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ ആരെയും കണ്ടില്ലല്ലോ. ആ കുട്ടി കുറച്ചു മുൻപ് പുറത്തേക്ക് പോകുന്നത് കണ്ടു, ഇപ്പോൾ വരുമായിരിക്കും എന്ന് കടയുടമ സായിയോട് പറഞ്ഞു തീരുന്നതിനു മുൻപേ ആ പെൺകുട്ടി അവിടേക്ക് എത്തി. ആ കടയിലെ കുട്ടി എത്തി, അവളെ ചൂണ്ടി ആ കടയുടമ പറഞ്ഞു. അത് കേട്ട് സായ് തിരിഞ്ഞു നോക്കിയതും ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ബൈക്കിൽ വന്നിറങ്ങുന്ന അവളെയാണ് സായ് കണ്ടത്.